ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മള് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. കുറെ നാളായിട്ട് നമ്മളൊരു ചെറിയ ലൈറ്റിലാണ് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. അത് ചത്ത് ഗൈസ്. അത് കാണിച്ചു തരാം. നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ ഒരു വർഷത്തോളം നമ്മൾ യൂസ് ചെയ്തല്ലേ? ഒന്നര വർഷം യൂസ് ചെയ്തതാണ്. പക്ഷെ ഇത് ഇപ്പൊ ഈ വയർ ഇങ്ങനെ വിട്ടുപോയതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഞാൻ കണക്ട് ചെയ്തപ്പോ ഇതിങ്ങനെ മിന്നി നിൽക്കുകയാണ്, മിന്നാമിനിങ്ങ പോലെ. മിന്നാമിനിങ്ങന്റെ നുറുക്കുവട്ടത്തിൽ നിന്ന് നമ്മൾ പുതിയൊരു വലിയ വെട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതില് രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഡിജിടെക് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ തന്നെ ഒരു 3-4 ഓപ്ഷൻ വരും. ഒരു ചെറിയൊരു 100-300 രൂപയുടെ വ്യത്യാസത്തിൽ ഒരു 4-5 ഐറ്റം. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൽ എങ്ങനെ എടുക്കും, ഏതെടുക്കും. എന്നാൽ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇതിൽ വ്യത്യാസം എന്ന് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ ഇതെന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഓഫൊന്നും ആയിട്ട് കൈസ് പറ്റിച്ച് മെമ്മറി ഫുൾ ആവാറായി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളെപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു വിഷയമാണ് സ്റ്റോറേജ്. അതിങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാൻ സമയം കളയണ്ട. ഓക്കെ, അപ്പൊ അതിന്റെ ബാലൻസ് പറഞ്ഞില്ലല്ലോ നീ. ബാലൻസ് അപ്പൊ കിട്ടിയ സാധനം നമ്മൾ ഉദ്ദേശിച്ച അതിനെ കാട്ടി വേറെയാണല്ലേ? ഇത് നമ്മൾ ഓർഡർ ചെയ്തതിന് കുറച്ച് വ്യത്യാസമുണ്ട്. പറഞ്ഞു ഇതിന്റെ കൂട്ടം നമുക്ക് ഒരു സ്റ്റാൻഡ് കിട്ടും. സ്റ്റാൻഡ് പിന്നീട് അൺബോക്സ് ചെയ്യല്ലേ. ലൈറ്റ് തന്നെ ആദ്യം കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും കൂടിയ വേരിയന്റിലുള്ള ചില സാധനങ്ങളും വേണം, അതിന്റെ താഴെയുള്ളതും വേണം. എന്നാൽ എല്ലാത്തിലും എല്ലാം ഇല്ലേ എന്തായാലും. എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് എടുക്കുമ്പോൾ എല്ലാം വേണമല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല. നമ്മൾ തൊട്ട് താഴെ ഉള്ളതിലൊക്കെ നീളമുള്ള സ്റ്റാൻഡും കിട്ടത്തുള്ളൂ. റിമോട്ടൊക്കെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും ടോപ്പിന് താഴെ ഉള്ളത് വാങ്ങണം. അതിന്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിരിക്കാൻ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ടോപ്പ് സാധനമാണ് മേടിച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ ഈ സാധനം മാറി നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടിയുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. മോഡൽ കണ്ടോ, DRL 18HC. ഇതാണ് ശരിക്കും നമ്മൾ ഓർഡർ ചെയ്ത മോഡൽ. ഈ ലൈറ്റ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിൽ വേറെ കുറെ ഓപ്ഷൻസാണ് വരുന്നത്. പക്ഷെ നമുക്ക് സ്റ്റാൻഡ് നീളമുള്ളത് വേണമായിരുന്നല്ലോ. കണ്ട, ഇതാണ് ഇതിലെ മോഡൽ. ഇത് മാറി വന്നതാണ്. എന്ന് വെച്ചാൽ അവര് പാക്ക് ചെയ്തതിന്റെ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കാം. എന്തായാലും സാധനം നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ തന്നെ കിട്ടി. ഈ ലൈറ്റ് തന്നെ കിട്ടി നമുക്ക്. ഈ ലൈറ്റ് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ വന്നു. ഇതിൽ നിങ്ങൾ ഏതെടുത്താലും ഈ റേറ്റിന് സത്യം പറഞ്ഞത് മുതലാണ്. ഇതിന്റെ വലിപ്പം കണ്ടോ? ഇതിന്റെ വലിപ്പം മനസ്സിലാവാൻ നിങ്ങൾക്ക് വേറെ സാധനം കൂടെ കാണിച്ചു തരാം. ഇത് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മറ്റേ നമ്മള് ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം. തലയൊക്കെ ഇതിൻ്റെ അകത്ത് എന്നാലും ബാക്കി കിടപ്പുണ്ട്. ഇതിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. വാം ലൈറ്റ്, പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഇത് നമുക്കിങ്ങനെ ഇതുണ്ട്. പിന്നെ സ്വിച്ച് വരുന്നത് ബാറ്ററി. നമുക്ക് അഡീഷണൽ ബാറ്ററി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കറണ്ടിൽ കൊടുക്കാതെ തന്നെ ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ സ്വിച്ചാണ് കേട്ടോ. ഇത് ഓൺ ഓഫ്. ഇതേപോലെ കവറിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് മൊബൈൽ ഹോൾഡറാണ്. ഇത് നമുക്ക് ഇതിലിങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ വളച്ച് വെച്ച് ഇതിൽ ഫോണ് വെക്കാം. അറിയാലോ, ഫോൺ വയ്ക്കാം. ഇത് നിങ്ങളിരിക്കുന്ന വലിയ ക്യാമറയാണെങ്കിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്ന സാധനം ഇത് നമുക്ക് ഒരിടത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ശരിക്കുമുള്ള സാധനത്തിൽ ഇത് 3ഉം കൂടെ വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഏതെങ്കിലും ഒന്നേ വെക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ ലക്കിന് ഇത് മാറി വന്നതാണ്, അവർക്ക് തെറ്റ് പറ്റിയതാണ്. നമുക്ക് സാധനം നല്ലത് കിട്ടി. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ചാർജ് തീരുകയാണെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് ഇത് USB കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യാം. വേറെ ലൈറ്റ്, ഇതിൽ വേറെ അഡീഷണൽ ലൈറ്റോ മൈക്കോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഇതിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. 2 പോർട്ട് ഉണ്ട്. ലാഭമായി മാറി വന്നത് ലാഭമായി. എനിക്ക് പക്ഷെ നല്ല തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ഈ പൈസക്ക് വർത്താണ്. സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അതിഭീകരമാണ്. ഇത് നമുക്ക് ലൈറ്റ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റാൻഡും കൂടെ ഉള്ള ഓപ്ഷൻ വാങ്ങുക എന്നേ പറയുള്ളൂ. ടോപ്പ് സാധനമാണ് കേട്ടോ. കുറച്ച് മണിപ്പാടാണ്. അതെ, താഴത്തെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഓക്കെ,
പിന്നെ ഇത് ക്ലിപ്പ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നൂത്ത് വെക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല, കുറച്ചൊക്കെ പൊക്കം വരും. ഇനിയും വരും. നമ്മളെ കളുണ്ട് കേട്ടോ, അത്യാവശ്യം നീളമുണ്ട്. അപ്പൊ ഇതിലും ചെറുതാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മൾ ചെറുതാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇതിലും ചെറുതാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇത് ഹൈറ്റോ, ഇത് 6 ഫീറ്റ് ആണ്. 60 വാട്ടിന്റെ ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് 55-ന്റെ ആണ്. 60 വാട്ടിൻ്റെത്. കളർ ടെമ്പറേച്ചറിനൊക്കെ വ്യത്യാസമുണ്ട്. ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ പൈസ നമ്മളിത് കണക്ട് ചെയ്ത് തൽക്കാലം സ്റ്റാൻഡിൽ വെക്കുന്നില്ല, കയ്യിൽ വെച്ച് കത്തിക്കാനാണ് പരിപാടി. നമ്മൾ ഓണാക്കുകയാണ്. എന്തോന്നത് അവിയുണ്ട് കൊള്ളാവോ? ഓക്കെ നമുക്ക് ഇതിന് കൂട്ടിയും കുറച്ചും കളിക്കാം. ഓക്കെ നമ്മളിപ്പോ വാം ലൈറ്റ് ആണ് കേട്ടോ. വാം ലൈറ്റ് കൂട്ടട്ടെ. ഈ റൂമിൽ ഇത്രയും വെട്ടമില്ല കേട്ടോ. ഇതിപ്പോ ഈ റൂമിലെ എല്ലാ ലൈറ്റും അണച്ചിരിക്കുകയാണ്. ഒരെണ്ണം ബൾബാണ് കണ്ടോ. നമുക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാം നല്ല രീതിയിൽ. ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ലൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടാൻ കുറയ്ക്കാം. വെട്ടം കൂട്ടുകയോ കുറയ്ക്കുകയോ, കളർ മാറ്റുകയോ ടെമ്പറേച്ചർ മാറ്റുകയോ. കളർ മീൻസ് ടെമ്പറേച്ചർ ആണ് കേട്ടോ, അല്ലാതെ വേറെ കളറൊന്നും ഇല്ല. 2 കളറേ ഉള്ളൂ, വാം ലൈറ്റും മറ്റേതും. നമ്മൾ ട്യൂബ് ലൈറ്റ് ഇടൂലേ അതുപോലെ. പക്ഷെ ഇതില് നിഴല് കാണാൻ പറ്റില്ല. നോക്കട്ടെ, കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതും കൂടെ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ വേറൊരു കുഞ്ഞു ലൈറ്റ് കൂടെ ഇരിപ്പുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വന്നാലേ ഇത് അറിയാൻ പറ്റൂ ലൈറ്റിന്റെ ഒരു ഇത്. അതായത് ഇപ്പൊ ഉള്ളത് ഒരു കുഞ്ഞു ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ നേരെ ഇരുന്നോട്ടെ ഗൈസ്. നേരെ ഇരുന്നോ. റെഡി? റെഡി? 1 2 3 ഗൈസ്. അപ്പോൾ ഇതാണ് ആ ചേഞ്ച് എന്ന് വെച്ചാൽ നേരത്തെ ഇരുന്ന വെട്ടത്തിനേക്കാളും ഇപ്പോൾ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ നിന്നുള്ള കുഞ്ഞു വെട്ടമാണ്. പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെട്ടമാണ് ഇതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടു കൊടുക്കാം. ആ ലൈറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതിങ്ങനെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിൻ്റെ ഉപയോഗം വേറെയാണ്. ഇതേപോലെയൊക്കെ വയ്ക്കാൻ പറ്റും. അത്യാവശ്യം വെട്ടമുണ്ട്, പക്ഷെ അത് നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അഭി ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് തകർക്കണായി. അപ്പോൾ ഗൈസ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയൊക്കെ തന്നെ വരുന്നത്. ഇത് അടിപൊളി ബാഗാണ്. ഇതിന്റെ ഒരു വയറിംഗ് കിറ്റൊക്കെ ഇതിൽ കൂടെ തന്നെ വന്നു കേട്ടോ. ഇത് നമുക്കിങ്ങനെ കെട്ടിയൊക്കെ വയ്ക്കാം. ഇവിടെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ ഇതിങ്ങനെ സേഫ് ആയിട്ടൊക്കെ വെച്ചുകൊണ്ട് പോവാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഗൈസ് നമ്മളിനി കുറച്ചുകൂടെ സെറ്റപ്പ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് അറേഞ്ച് ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. അപ്പോൾ അബിക്ക് ഈ ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ അറിയില്ലാത്തതുകൊണ്ട് അബി മേക്കപ്പ് പ്രോഡക്ട്സിനെ പറ്റി എന്താണ് സക്സസ് ആവുകയാണെങ്കിൽ പറഞ്ഞു തരും ഗൈസ്. പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മളെ ശരീരത്തെ പരീക്ഷിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഞാൻ പരീക്ഷിച്ച് ഇവിടെ നോക്കും. അല്ലേ ഇതെന്തൊരു വർത്തമാനം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ബൈ.